ഹലോ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ വെയിറ്റ് ലോസ് ജേർണിയിൽ ഞാൻ ഫോളോ ചെയ്തിട്ടുള്ള ഡയറ്റാണ് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്. നിങ്ങളോട് എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഫോളോ ചെയ്യുന്നത് 20 to 4 എന്നുള്ള വിൻഡോ ആണ്. അതായത് 20 hours ഞാൻ ഫാസ്റ്റിംഗ് ചെയ്യും, 4 hours ഞാൻ ഫുഡ് കഴിക്കും. അപ്പോൾ അത് എങ്ങനെയാണ് ഫോളോ ചെയ്യുന്നതെന്നാണ് ഈ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ആദ്യം സ്റ്റാർട്ടിങ്ങിൽ 16 to 8 ആണ് ഫോളോ ചെയ്തത്. ഇപ്പോഴാണ് 20 to 4 ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സോ അപ്പോൾ വിത്തൗട്ട് ഫർദർ അഡ്യൂ ലെറ്റ്സ് ജംപ് ഇൻ ടു ടുഡേയ്സ് വീഡിയോ. ഒരു കാര്യം കൂടെ, ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ എൻ്റെ ഒരു ചീറ്റ് ഡേയും ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഫുള്ള് കാണാൻ വിട്ടുപോകരുത് കേട്ടോ. ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ലെമൺ സ്ക്യൂസ് ചെയ്തിട്ടുള്ള വെള്ളം വെച്ചിട്ടാണ്. ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വർക്കൗട്ട് റുട്ടീനിലോട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ റെക്കോർഡ് ചെയ്ത അതേ വർക്കൗട്ടാണ് ഇട്ടിരിക്കുന്നത്. നമ്മുടെ വർക്കൗട്ട് കഴിഞ്ഞിരിക്കുകയാണ്. എൻ്റെ കോലം കണ്ടാൽ നിങ്ങൾക്ക് അറിയാം. 30 minutes വർക്കൗട്ടാണ് ഞാൻ ചെയ്തത്. ഞാനിത് അപ്ലോഡ് ചെയ്തിട്ടുള്ള വർക്കൗട്ടാണ്. അതിനുശേഷം ഇനി ഞാൻ ചെമ്മൊന്ന് എനിക്ക് മുറ്റം ഒന്ന് അടിക്കണം. കാരണം രാവിലെ നല്ല മഴയായിരുന്നു. ഇപ്പം മഴ തോന്നിയിരിക്കുകയാണ്. സോ ഇപ്പം മുറ്റം അടിക്കുക. അതിനുശേഷം ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിലോട്ടായിരിക്കും പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് 10 o'clock ആവും എന്തായാലും കഴിക്കുമ്പം. അപ്പോൾ നമുക്ക് ഡേ 1 സ്റ്റാർട്ട് ചെയ്യാം. ഡേ 1 ഞാനൊരു 4 days ആണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഡേ 1 നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 മണിയായി ഫാസ്റ്റിംഗ് മുറിക്കേണ്ട സമയമായി. ഞാൻ ആപ്പിളും വെച്ചിട്ടാണ് മുറിച്ചത്. പിന്നെ അതിൻ്റെ കൂടെ ഇതും കഴിച്ചു. ഏകദേശം ഒരു മിഡ് മോർണിംഗ് ആപ്പ് ഒരു മാംഗോ ജ്യൂസ് വിത്തൗട്ട് ഷുഗർ ഞാൻ കുടിച്ചിട്ടുണ്ട്. പിന്നെ 12:45 അതായത് എൻ്റെ ലഞ്ചിന് മുമ്പ് ഞാൻ ഒരു വലിയ ഗ്ലാസ് വെള്ളം കുടിച്ചു. ഇപ്പോൾ ലഞ്ചാണ് നിങ്ങൾ കാണുന്നത്. മീൻ പറ്റിച്ചത്, അവിയലും സാമ്പാറും ആയിരുന്നു അന്നത്തെ എൻ്റെ ലഞ്ച്. പിന്നീട് ഞാനൊരു ഗ്രീൻ ടീ കുടിച്ചിട്ടുണ്ട്. അതല്ലാതെ വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ ഡേ 2 ആണ്. എഗെയിൻ ലെമൺ സ്ക്യൂസ് ചെയ്ത വെള്ളം വെച്ചിട്ട് തന്നെയാണ് തുടങ്ങിയത്. സോ അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. വർക്കൗട്ടും ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് നിങ്ങളെ എൻ്റെ ഫുഡ് പാറ്റേൺ മാത്രമാണ് കാണിക്കുന്നത് കേട്ടോ. സോ അന്നത്തെ ദിവസം ഞാൻ വെജ്ജീസ് വെച്ചിട്ടാണ് എൻ്റെ ഫാസ്റ്റിംഗ് മുറിച്ചത്. കാരണം അതേ ഉള്ളായിരുന്നു അടുക്കളയിൽ അവൈലബിൾ ആയിട്ട്. സോ അത് വെച്ചിട്ട് ഞാൻ മുറിച്ചു. ദെൻ ഞാൻ ഉപ്പുമാവും കടലക്കറിയുമാണ് എടുത്തത്. ചെറിയ പ്ലേറ്റിലാണ് എടുത്തത്. അപ്പോൾ ക്വാണ്ടിറ്റി വലുതായിട്ട് തോന്നും. പിന്നെ പോംഗ്രാനൈറ്റ് ആണ് അന്ന് കഴിച്ചത്. ഏകദേശം 1.5 മുറി പോംഗ്രാനൈറ്റ്സ് ഞാൻ കഴിച്ചിട്ടുണ്ട്. പിന്നെ ലഞ്ചിന് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ വെള്ളം കുടിക്കുമെന്ന്. സോ ലഞ്ചിൻ്റെ ടൈം ആയിട്ടുണ്ട്. സോ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി ഓയിൽ വളരെ കുറച്ചാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ തോരനും ഒക്കെയാണ് കഴിച്ചത്. പിന്നെ മീൻ വറുത്തതും. അതിനുശേഷമായിരുന്നു എൻ്റെ ഗ്രീൻ ടീ ലാസ്റ്റ്. അപ്പോൾ നെക്സ്റ്റ് ഡേ ആയി. നെക്സ്റ്റ് ഡേയിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് കുറച്ച് ചക്കപ്പഴം വെച്ചിട്ടാണ്. ഒരു 5 പീസ് ചക്ക ഞാൻ കഴിച്ചിട്ടുണ്ട്. അതായത് ഫ്രൂട്ട് ആണല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് കഴിച്ചത്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇച്ചിരി ഹെവിയാണ്. കാരണം റാഗിയും ചെറുപയറും ഏത്തപ്പഴവും കൂടി ഇട്ടിട്ട് പുഴുങ്ങിയതാണ്. 11 മണിക്ക് ഞാനൊരു ചെറിയ ഓറഞ്ച് കഴിച്ചു. അതിനുശേഷം ലഞ്ച് കഴിക്കുന്നതിന് മുമ്പ് ഞാൻ വെള്ളം കുടിച്ചു. ഇനി നമ്മൾ ലഞ്ചിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇന്നൊരു തോരനും ഒരു മീൻ വറുത്തതും മീൻ കറിയുമായിരുന്നു എൻ്റെ ലഞ്ച്. അതിനുശേഷം ഒരു ഗ്രീൻ ടീ കുടിച്ചു. അന്നത്തെ ഫാസ്റ്റിങ്ങിലോട്ട് പോയി. ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് എൻ്റെ ഒരു ചീറ്റ് ഡേ ആണ്. ഒരു മാസത്തിൽ ഒരു ചീറ്റ് ഡേ. നല്ല രീതിയിൽ ഞാൻ ഫുഡ് കഴിക്കും അന്നത്തെ ദിവസം. അപ്പോൾ ചീറ്റ് ഡേക്ക് സ്റ്റാർട്ട് ചെയ്തത് ഏത്തപ്പഴം വെച്ചിട്ടാണ്. നല്ല പഴുത്ത ഏത്തപ്പഴമായിരുന്നു. നല്ല മധുരം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മസാല ദോശ കഴിച്ചു. അതിനുശേഷം ഞാൻ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുന്നതിന് മുമ്പും എൻ്റെ പതിവ് തെറ്റിച്ചില്ല, വെള്ളം കുടിച്ചു. ലഞ്ച് കുറച്ച് ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും കുറച്ച് സാലാഡും പപ്പടവും ഒക്കെ ഇട്ട് നല്ല രീതിയിൽ ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞൊരു ഡെസേർട്ട് കഴിച്ചു. പക്ഷേ ഇതിനകത്ത് ഷുഗർ ആഡ് ചെയ്തില്ല, ഹണിയാണ് ആഡ് ചെയ്തത് കേട്ടോ. പിന്നെ എഗെയിൻ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഒരു ദിവസം ത്രൂ ഔട്ട് നിങ്ങൾ 3 to 4 ലിറ്റർ വെള്ളം കുടിച്ചിരിക്കണം. വർക്കൗട്ട്, വെള്ളം കുടി, ഇതെല്ലാം റിപ്പറ്റീഷൻ ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ ആഡ് ചെയ്യാഞ്ഞത്. ഇമ്പോർട്ടൻറ്റ് കാര്യം, ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് 12 to 12 ഉണ്ട്, 16 to 8 ഉണ്ട്, 20 to 4 ഉണ്ട്. നമ്മുടെ വെയിറ്റ് ലോസിന് ഏറ്റവും നല്ലത് 16 to 8ഉം 20 to 4ഉം ആണ്. പക്ഷേ ഒരിക്കലും ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന ആൾ ഡയറക്റ്റ് 20 to 4 ചെയ്യരുത്. നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ സ്റ്റാർട്ട് വിത്ത് 16 to 8. 16 to 8 നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉച്ചയ്ക്ക് ചോറും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാം. ഈവൻ 20 to 4ലും ഇൻക്ലൂഡ് ചെയ്യാം. ഞാൻ കാർബ്സ് മാക്സിമം കുറയ്ക്കുന്നു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് അത് ഇൻക്ലൂഡ് ചെയ്ത് തന്നെ കഴിക്കാം. പിന്നെ നിങ്ങൾക്ക് 16 to 8 ആണ് പിന്നെയും ടൈം ഉണ്ട് കഴിക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ കടല കറിയുടെ ആ ഒരു ഇതെടുത്ത് കഴിക്കാം. അല്ലെങ്കിൽ ഇത് മുളപ്പിച്ച് കഴിക്കാം, പയറ് എന്തെങ്കിലും. സോ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുള്ളായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.